ബിസിനസ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് എന്ന് എഴുതാൻ അറിയാത്ത ആരും ഉണ്ടാവില്ല. ചെറിയ കാര്യം മാത്രം ഇപ്പൊ പറഞ്ഞു എഴുതാം. പിന്നെ നിങ്ങളായി പഠിക്കുന്നത് എന്താ? രണ്ടാമതായിട്ട് നമ്മൾ എഴുതിയത് എന്താ? ബിസിനസിന്റെ പ്രത്യേകത അല്ലേ? അതല്ലേ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്. ഒന്ന് നമ്മളിപ്പോ പഠിച്ചു. എന്താ പഠിച്ചു? ലാഭം നേടുക എന്നുള്ളത് അല്ലേ? പിന്നെ എന്തൊക്കെ ബിസിനസ്സിനുള്ളത്? സാമ്പത്തിക പ്രവർത്തനമാണ്. നമുക്ക് പറയാം അല്ലെ, ഒരു സാമ്പത്തിക പ്രവർത്തനമാണ്. പിന്നെ സാധനങ്ങളും സേവനങ്ങളും എന്തുണ്ട്? ഉത്പാദനം അവിടെ എന്തുണ്ട്? നടക്കുന്നുണ്ട് അല്ലെ? അല്ലെങ്കിൽ അവിടെ ലഭ്യമാവുന്നുണ്ട്. സാധനങ്ങൾ ലഭ്യമാവുന്നുണ്ട്, സേവനങ്ങൾ ലഭ്യമാവുന്നുണ്ട്, ഉത്പാദനങ്ങൾ ലഭ്യമാവുന്നുണ്ട്. അത് ബിസിനസിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ വേറെ എന്താ? എങ്ങനെ ഒരു കാര്യം എന്തല്ല, നമുക്ക് എന്തെങ്കിലും നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച കാര്യമാണത് അല്ല, എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാറിയോ? എന്തുവാണെങ്കിലും എഴുതാം. ഒരാൾക്ക് ബിസിനസ് എന്താണെന്ന് അറിയുകയാണെങ്കിൽ അയാൾക്ക് ക്യാരക്ടറിസ്റ്റിക്സ് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. കാരണം എന്താ അറിയോ? ബിസിനസിന്റെ ഒരു ഡെഫിനിഷനോ അല്ല ഒരു മീനിങ്ങോ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ മീനിങ് തന്നെയാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനത്തെ ആ രീതിയിലുള്ള ഒരു മീനിങ് ഞാൻ പറഞ്ഞത് ആ രീതിയാണ് നിങ്ങളോട്ട്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പേജ്. പിന്നെന്തായാലും പഠിക്കുന്നത് എന്താ? ബിസിനസിന്റെ ഡിഫറെന്റ് ടൈപ്പുകൾ ഉണ്ട് അല്ലേ? ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ്. ഏതൊക്കെ ആർക്കെങ്കിലും അറിയോ? വ്യവസായം ഉണ്ട്, വാണിജ്യം ഉണ്ട്, ട്രേഡും ഉണ്ട്, അതുപോലെ ഓക്സിലറി ട്രേഡ്, അതായത് കൊമേഴ്സും ട്രേഡും. രണ്ട് കാര്യമുണ്ട്. ഒന്ന് വാണിജ്യം ഉണ്ട്, ഒന്ന് വ്യവസായം ഉണ്ട്. ബിസിനസ്സിൽ രണ്ട് കാര്യമുണ്ട്, വാണിജ്യം ഉണ്ട്, വ്യവസായം ഉണ്ട്. എന്നിട്ട് വാണിജ്യത്തെ നമ്മൾ തരംതിരിക്കുന്നുണ്ട്, അതുപോലെ വ്യവസായത്തെ നമ്മൾ തരം. ഞാനിവിടെ വരക്കാം, അത് അടക്കട്ടെ. പിന്നെ കാര്യം ഇൻഡസ്ട്രിയൽ ടൈപ്പ് അല്ലേ? അതുപോലെ ഓക്സിലറി ട്രേഡ്. ആരുള്ളൂ? അത്ര മാത്രമേ ഉള്ളൂ. ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറഞ്ഞോ? ഇല്ല, ചിലപ്പോ എക്സാമിന് ചോദിക്കും. ബിസിനസിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താ? ലാഭം നേടുക. രണ്ടാമതാണെങ്കിൽ എന്ത് പറയാം? ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണെന്ന് പറയാം. സാമ്പത്തിക പ്രവർത്തനമാണ് ബിസിനസ് എന്ന് പറയുകയാണെങ്കിൽ അല്ലേ? പൈസ നേടാൻ വേണ്ടിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ ബിസിനസ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഏകദേശം നിങ്ങൾക്ക് കുറെ കാര്യം അല്ലെ? ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാറ്? നോട്ട് തരാം. നേരെ താഴെ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോ. ഇറ്റ് ഈസ് എൻ എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻവോൾവിംഗ്. ഒരു ബിസിനസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സാമ്പത്തിക പ്രവർത്തനമാണ്. മലയാളം എഴുതിക്കോട്ടോ. ബിസിനസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സാമ്പത്തിക പ്രവർത്തനമാണ്. എന്തൊക്കെ ഇൻവോൾവ് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഉൽപാദനം, അതുപോലെ വാങ്ങലും വിൽക്കലും സേവനങ്ങളും. ഗുഡ്സ് ആൻഡ് സർവീസസ് undertaken with the motive of earning profit. ലാഭം ലക്ഷ്യമാക്കിക്കൊണ്ട് earning profit. സിമ്പിൾ ആയിട്ട് പറയണ മലയാളം എങ്ങനെ പറയട്ടോ? ലാഭങ്ങൾ പറഞ്ഞാല് ലാഭം ലക്ഷ്യമാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സാധനങ്ങളും സേവനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? സ്ഥിരമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പ്രവൃത്തിയെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ ബിസിനസ് എന്ന് പറയുകയാണെങ്കിൽ മറക്കരുത്. വാട്ട് യു മീൻ ബൈ ബിസിനസ് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി ഇൻവോൾവിംഗ് പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് through the motive of undertaken through the motive of earning profit. ലാഭം ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലാഭം ലക്ഷ്യം വെച്ചിട്ട് ഉൽപാദനവും സേവനങ്ങളും സാധനങ്ങളും ഒക്കെ കൈമാറ്റം ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ന് പറയുന്നത് ബിസിനസ് എന്ന് പറയുന്നത്. ഇനി എന്തായാലും പറഞ്ഞാൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞല്ലേ? നേരെ താഴെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇറ്റ് ഈസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി. ഇതൊരു സാമ്പത്തിക പ്രവർത്തനമാണ്. ഇറ്റ് ഈസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി, ഒരു സാമ്പത്തിക പ്രവർത്തനമാണ്. ഓക്കെ, നേരെ താഴെ രണ്ടാമത്തെ ലൈൻ. മെയിൻ ഒബ്ജക്റ്റ് ഈസ് ഏർണിംഗ് പ്രോഫിറ്റ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം ലാഭം നേടുക എന്നുള്ളതാണ്. മെയിൻ ഒബ്ജക്റ്റ് ഈസ് ഏർണിംഗ് പ്രോഫിറ്റ്. Okay, then third one. It involves
Sale and exchange goods and services. Sale and exchange goods and services. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കൈമാറ്റം ഇവിടെ സാധിക്കുന്നു. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കൈമാറ്റം ഇവിടെ സാധിക്കുന്നു. Involve sale and exchange goods and services. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കൈമാറ്റം ഇവിടെ സാധിക്കുന്നു. Next one. Dealing in goods and services regular basis. Dealing in goods and services regular basis. ബിസിനസ് എന്ന് പറയുന്നത് കണ്ടിന്യൂ പ്രവൃത്തിയാണ്. അതായത് ബിസിനസ്സിൽ എന്തെങ്കിലും സാധനങ്ങളും സേവനങ്ങളും എല്ലാ ദിവസവും അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി എങ്ങനെയാണ് ബിസിനസ് തുടർ പ്രവർത്തനമാണ് അതിന് മലയാളം. ഡീലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ റെഗുലർ ബേസിസ്. എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്? സാധനങ്ങളും സേവനങ്ങളും ഒക്കെ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ മലയാളം എന്ത് ചെയ്താൽ മതി? ഒരു തുടർ പ്രവർത്തനമാണ് ചെയ്താൽ മതി. It involve element of risk. നഷ്ട സാധ്യത കൂടുതലാണ്. നഷ്ട സാധ്യത കൂടുതലാണ്. എത്ര എണ്ണായിപ്പോ? 5 അല്ലേ? നഷ്ടസാധ്യത കൂടുതലാണ്. എലമെന്റ് ഓഫ് റിസ്ക്. ഇറ്റ് ഇൻവോൾവ് എലമെന്റ് ഓഫ് റിസ്ക്. ഓക്കേ, ഒരു 2 മിനിറ്റോടെ ഒന്ന് വായിച്ചു നോക്കി. എന്താണ് ബിസിനസ്? ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഇന്ന് നമ്മൾ ഈ ചാപ്റ്റർ കഴിയുമ്പോൾ കൂടിയിട്ട് എന്ത് ചെയ്യണം അറിയോ? നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് നമ്മുടെ ക്ലാസ് കഴിയുന്നതിന് മുന്നേ നമ്മൾ 4 ചാപ്റ്റർ എടുക്കുന്നത് വിചാരിച്ചോ, ആ 4 ചാപ്റ്റർ പഠിക്കണം. അങ്ങനെ നമ്മൾ ക്ലാസ് എടുത്തോളൂ. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ നോട്ട് വന്നിട്ട് ഞാൻ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇന്ന് എടുക്കുന്ന എത്രയാണോ അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം, വർക്കും ചെയ്യരുത്. അതുകൊണ്ട് 2 മിനിറ്റോട് വേഗം വായിച്ചോ. എന്താണ് ബിസിനസ്? ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ബിസിനസിന്റെ ടൈപ്പ് അല്ലെ ക്ലാസിഫിക്കേഷൻ അല്ലേ പറഞ്ഞേ? ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ്. നമ്മൾ നേരെ മോളിൽ ഇംഗ്ലീഷിലുള്ള ആളുകൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് എഴുതുക. മലയാളം അതുപോലെ ബിസിനസിന്റെ വിവിധ തരങ്ങൾ ഏതെല്ലാം എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഇതിന് നേരെ ഈ ചിത്രം കാണിച്ചിട്ട് മലയാളം ടെക്സ്റ്റ് ബുക്ക് ആയാലേ മലയാളം ടെക്സ്റ്റ് ബുക്ക് ഞാൻ വായിച്ചു തരാം. അതുപോലെ ആദ്യം ചിത്രം കാണിച്ചോ. അപ്പൊ ഇതിനൊക്കെ മലയാളം അറിയാം, വായിക്കട്ടോ, നിങ്ങൾ വരച്ചാൽ മതി. ഓക്കെ അല്ലേ? പറയട്ടെ? തുടങ്ങില്ലേ? വർക്കല്ലേ? ഫസ്റ്റ് ബിസിനസ് ചെയ്ത ഓക്കെ. ആദ്യം പ്രാവശ്യം ഞാൻ എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് വരക്കാൻ നിങ്ങളാണ്. ഓക്കെ, ഇവിടെ നോക്കിയോ. ബിസിനസ്സിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 2 ആയിട്ട് തരംതിരിച്ചു. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് ഇൻഡസ്ട്രി, അതുപോലെ കൊമേഴ്സ് അല്ലേ? ഇൻഡസ്ട്രി നമ്മൾ മലയാളം എന്താ? ഇൻഡസ്ട്രി മലയാളം എന്താ? വ്യവസായം. അല്ലേ? കൊമേഴ്സ് എന്ന് പറയുകയാണെങ്കിലോ ബിസിനസിനെ നമ്മൾ 2 ആയിട്ട് തരംതിരിച്ചിരുന്നു. ഒന്ന് വ്യവസായം, മറ്റേത് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് അല്ലേ? 2 എണ്ണായി തരംതിരിച്ചു. ഓക്കെ, അപ്പൊ ഒന്ന് പറയുക. ബിസിനസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2 കാറ്റഗറീസ്. നമ്പർ 1 ഇൻഡസ്ട്രി. ഞാൻ ഇംഗ്ലീഷ് പറയുമ്പോൾ മലയാളം ഉള്ളാലും മലയാളം പറഞ്ഞാൽ കിട്ടോ. അല്ലാതെ പരീക്ഷ നിങ്ങൾ ഇതിപ്പോ നിങ്ങൾ പഠിക്കൂ. 2 മിനിറ്റോട് നിങ്ങൾ പഠിക്കൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി. ബിസിനസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2 കാറ്റഗറീസ്. നമ്പർ 1 ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഈ സൈഡിലെ നമ്മുടെ അക്കൗണ്ടൻസിലെ ഡെബിറ്റ് സൈഡ് എന്ന് പറഞ്ഞ ഏത് സൈഡാണ്? അപ്പൊ നമുക്ക് ആദ്യം ഈ സൈഡ് നോക്കല്ലേ? ഡെബിറ്റ് സൈഡ് നോക്കല്ലേ? നോക്കാം നമുക്ക് എന്തൊക്കെയാണ്. ഇൻഡസ്ട്രി നമ്മൾ വീണ്ടും ക്ലാസിഫിക്കേഷൻ നടത്താൻ പോവാണ്. ഇൻഡസ്ട്രി നമ്മൾ എത്ര ക്ലാസിഫിക്കേഷൻ? 3 ഉണ്ടല്ലേ? ഏതൊക്കെയാ പറഞ്ഞത്? സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. പ്രൈമറിന്റെ മലയാളം എന്താ? പ്രാഥമികം,
ആയിട്ട് മൂന്നായിട്ട് തരഞ്ഞപ്പോൾ നമുക്ക് പറയാം ഇൻഡസ്ട്രി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3 കാറ്റഗറീസ്. ഫസ്റ്റ് വൺ പ്രൈമറി, സെക്കൻഡറി ക്യാൻ ബി ക്ലാസിഫൈഡ്. സെക്കൻഡറി വീണ്ടും നമ്മൾ അഗൈൻ ക്ലാസിഫൈഡ് ഇൻടു 2 കാറ്റഗറീസ്. ഏതൊക്കെ? മാനുഫാക്ചറിംഗ്, കൺസ്ട്രക്ഷൻ. മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഉൽപാദനമില്ലേ? മാനുഫാക്ചറിംഗ് എന്നാൽ എന്താ? കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാലോ നിർമ്മാണം അല്ലേ? നിർമ്മാണ മേഖല, കൺസ്ട്രക്ഷൻ മേഖല കിട്ടിയില്ലേ? നമ്മുടെ ബിൽഡിംഗ് ഉണ്ടാക്കല്ലേ? അതാണ് അതിന്റെ എക്സാമ്പിൾ പറയുന്നുണ്ടോ? ബിൽഡിംഗ് നിർമ്മാണം. അപ്പൊ സെക്കൻഡറി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2 കാറ്റഗറീസ്, മാനുഫാക്ചറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ. ഓക്കേ ദെൻ അതിൽ മാനുഫാക്ചറിംഗിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. 4 എണ്ണമായിട്ട്. ഒന്നാമത് അനലിറ്റിക്കലി അല്ലേ? അനലിറ്റിക്കലി, സിന്തറ്റിക്കലി, പ്രോസസിംഗ് ആൻഡ് അസംബ്ലിംഗ്. അതിന്റെ 4ന്റെയും മലയാളം നോക്കി. അനലിറ്റിക്കലി ആണ് മലയാളം അതല്ലേ? അനലിറ്റിക്കലി, സിന്തറ്റിക്കലി, പ്രോസസിംഗ് ആൻഡ് അസംബ്ലിംഗ് അല്ലേ? അസംബ്ലിംഗ്. ഓക്കേ. അപ്പൊ ഈ സൈഡ് നമ്മൾ കഴിഞ്ഞിട്ടോ. ഈ സൈഡ് ഒന്ന് ജസ്റ്റ് ഞാൻ പറയാൻ പോവാ. ശ്രദ്ധിച്ചോ, അവിടെ ശ്രദ്ധിച്ചാൽ മതി. നോക്കിക്കോ, നമ്മൾ ഇൻഡസ്ട്രിയിൽ എത്ര ആയിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്? ഒന്നാമത്തെ ഏതാ? ഇൻഡസ്ട്രി പ്രൈമറി. ഇൻഡസ്ട്രി രണ്ടായിട്ടാണ് ക്ലാസിഫിക്കേഷൻ. പ്രൈമറി, പ്രാഥമികം, ദ്വിതീയം, തൃതീയം. അതിൽ പിന്നെ രണ്ടാമത് മാനുഫാക്ചറിംഗ്, അതുപോലെ കൺസ്ട്രക്ഷൻ, ഉൽപാദനം, അതുപോലെ നിർമ്മാണം അല്ലേ? അതിലാണ് വീണ്ടും എന്തെങ്കിലും മാനുഫാക്ചറിംഗ്, ഉൽപാദനത്തെ വീണ്ടും ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അനലിറ്റിക്കലി, സിന്തറ്റിക്കലി, പ്രോസസിംഗ് എല്ലാരും ഒക്കെ അല്ലേ? ഇതിൽ പ്രൈമറി നോക്കിട്ടോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമൊക്കെ ഞാൻ പറയാൻ വന്നേ. ഇവിടെ പ്രൈമറിക്ക് നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നത്. പ്രൈമറിന്റെ രണ്ടല്ലേ? പ്രൈമറി നമ്മൾ ക്ലാസിഫിക്കേഷൻ ഞാൻ പറയാൻ എന്താണെന്ന് വെച്ചാൽ അത് നേരെ താഴെ ഇപ്പൊ തന്നെ എഴുതി വെച്ചു. കാരണം എല്ലാ തവണയും എക്സാമ്പിൾ അതിന്റെ ഒരു എക്സാമ്പിൾ ചോദിക്കുന്നുണ്ട്. പ്രൈമറിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ഏതൊക്കെ അറിയാമെങ്കിലും എക്സ്ട്രാക്റ്റീവും അതുപോലെ ജനറ്റിക്കും. അപ്പൊ നേരെ ഇംഗ്ലീഷിലുള്ള എക്സ്ട്രാക്റ്റീവ് എഴുതിക്കോ. അതിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ പ്രകൃതിജന്യ വ്യവസായം എന്ന് പറയും കേട്ടോ. പ്രകൃതിജന്യ വ്യവസായം നമ്മുടെ സാധാരണ രീതിയിൽ എക്സാമ്പിൾ ചോദിക്കുന്നത് എന്താണെന്നറിയോ? അതിന്റെ ഒരു എക്സാമ്പിൾ തരും. എന്നിട്ട് നിങ്ങളോട് പറയരുത് ഇത് ഏത് തരത്തിൽ വ്യവസായത്തിൽ പെട്ടതാണെന്ന് ചോദിച്ചു. എന്റെ എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയാം. ആ നേരെ താഴെയിരിക്കുന്നത് industries are extracted rock. അതിന്റെ നേരെ താഴെ നിങ്ങൾക്ക് വരച്ചില്ലേ? അച്ഛന്റെ നേരെ താഴത്തെ എഴുതിക്കോ, അല്ലെങ്കിൽ അപ്പുറത്തെ പേജിൽ എവിടെയെന്ന് വെച്ചാൽ എഴുതിക്കോ. ഒരു ചെറിയ പാരഗ്രാഫാണ്. ഈ പറയാൻ കാരണം എന്താ വെച്ചാൽ എല്ലാ എക്സാമിലും ഈ രണ്ട് സാധനങ്ങളാണ് ചോദിക്കില്ല. അതായത് ഈ പ്രൈമറിയിൽ വിട്ട് ആദ്യത്തെ 4 മാർക്കുള്ള ആ സ്ഥലത്ത് സാധാരണ പ്രൈമറി എക്സ്ട്രാക്റ്റീവ് ജനറ്റിക് എക്സാമ്പിൾ തരും. എന്നിട്ട് ഇത് ഏത് വ്യവസായത്തിൽ പെട്ടതാണെന്ന് ചോദിക്കും. അപ്പൊ ഇതിന്റെ എന്താണെന്നറിയോ? ഇൻഡസ്ട്രിയിൽ പെട്ട പ്രൈമറിയിൽ പെട്ടിട്ടുള്ള 2 കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് എഴുതട്ടോ. അല്ലാണ്ട് ഇതിന്റെ കാര്യമില്ലേ? ഇൻഡസ്ട്രിയിൽ പെട്ടിട്ടുള്ള പ്രൈമറിയിലെ ഇൻഡസ്ട്രി, അതായത് ഈ ഭാഗത്തുള്ള നിങ്ങൾ ആലോചിച്ച് പറഞ്ഞ് ഈ സൈഡിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയണം. അപ്പൊ എക്സ്ട്രാക്റ്റീവ് ജനറ്റിക്. അപ്പൊ ആദ്യം എക്സ്ട്രാക്റ്റീവ് ആയിരിക്കും എന്താ നല്ലത്? The industry draw out the product from natural resources. മലയാളം എഴുതിക്കോ. പ്രകൃതിയിൽ നിന്നും ശേഖരിക്കുന്ന വസ്തുക്കൾ. പ്രകൃതിയിൽ നിന്നും ശേഖരിക്കുന്ന വസ്തുക്കൾ. Industry draw out the product from natural resources. Draw out product from natural resources. Ready ആണോ? കിട്ടിയോ? കിട്ടിയോ? വേണ്ട. മലയാളത്തിൽ ബാക്കി കേട്ടോ, നോക്കിക്കോട്ടോ. പ്രകൃതിയിൽ നിന്നും ശേഖരിക്കുന്ന വസ്തുക്കൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ, അതായത് വ്യാവസായിക അടിസ്ഥാനത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് അതിന്റെ എക്സാമ്പിൾ എഴുതിക്കോ. ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കൃഷി. മൈനിങ് എന്ന് പറഞ്ഞാൽ മൈനിങ് അല്ലേ? എഴുതിക്കോ. 2 എക്സാമ്പിൾ കേട്ടോ. നേരെ താഴെ 4 എക്സാമ്പിൾ പറഞ്ഞിട്ട് എഴുതിക്കോ. അപ്പൊ ഇങ്ങനെ എക്സാമിന് വരില്ലോ. കൃഷി അതുപോലെ ഖനനം എന്നൊക്കെ പറഞ്ഞിട്ട് തരും. ഇത് ഏത് വ്യവസായത്തിൽ പെട്ടതാണെന്ന് ചോദിക്കും. നേരെ എടുത്ത് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ വേറെ തന്നെ വരച്ചിട്ട് ഇനി
പ്രൈമറി എന്നുള്ളത് അതിന്റെ താഴെ വേണമെങ്കിൽ എക്സ്ട്രാക്റ്റീവ് ജനറ്റിക് ഒരു വെച്ചോ. അല്ലാതെ ഞാൻ സാധാരണ രീതിയിൽ എല്ലാവരും മറന്നു പോകുന്ന ഒരു സംഭവമാണ് എക്സ്ട്രാക്റ്റീവ് ജനറ്റിക് എന്താണുള്ളത്. കാരണം സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് അത് വേറെ തന്നെ പറയാൻ കാരണം. മനസ്സിലായോ? ഓക്കെ. രണ്ടാമത്തെ ഏതാ? ജനറ്റിക് അല്ലേ? നേരെ താഴെ പേജിന്റെ നേരെ താഴെ ജനറ്റിക്. ജനറ്റിക് എന്ന് പറയുന്നത് ജൈവശാസ്ത്രപരമായിട്ട് കേട്ടോ, മലയാളം. ഇംഗ്ലീഷിലുള്ള ആളുകൾ എഴുതിട്ടോ. The activities are engaged like breeding plant. Activity are engaged like breeding plant and animal for the use of further production. മലയാളം സസ്യങ്ങള്, മൃഗങ്ങള് തുടങ്ങിയവ വിൽപ്പന നടത്തി ലാഭമുണ്ടാക്കുന്ന, സസ്യങ്ങളെയും മൃഗങ്ങളെയും തുടങ്ങിയ വിൽപ്പന നടത്തി ലാഭമുണ്ടാക്കുന്നതിനായി അവയുടെ പ്രത്യുൽപാദനം ലക്ഷ്യമാക്കിയിട്ടുള്ള വ്യവസായമാണ്. ഞാൻ പറയുന്ന സ്പീഡുണ്ടോ? കുറച്ചൊക്കെ സ്പീഡിൽ നമ്മൾ തീർക്കാനായിട്ടോ പ്രത്യുൽപാദനം ലക്ഷ്യമാക്കിയിട്ടുള്ള വ്യവസായമാണ്. എക്സാമ്പിൾ എഴുതിക്കോ. ഡയറി ഫാമിംഗ്. എന്താ ഡയറി ഫാമിംഗ് എന്ന് പറഞ്ഞാൽ? ഡയറി എന്താ അറിയില്ലേ? പശു പാലില്ലേ? ഡയറി ഫാമിംഗ്. പിസിക്കൾച്ചർ അറിയോ? ഈ മറ്റേ ബഡിങ് കേട്ടോ? ബഡിങ് എന്താ സംഭവം? വേറെ സാധനങ്ങളില്ലേ? അങ്ങനെ ചെടികളായിട്ടുള്ള സംവിധാനം പിസിക്കൾച്ചർ എന്ന് പറയും. അപ്പൊ അത് രണ്ട് എക്സാമ്പിൾ ആയി. ഓക്കെ. റെഡി അല്ലേ? ഞാൻ പറയാൻ പോട്ടോ, ശ്രദ്ധിച്ചിട്ടോ. നമ്മള് ബിസിനസിന്റെ രണ്ടായ ക്ലാസിഫിക്കേഷൻ നടത്തിട്ട് ഒന്നാമത്തെ ഏതാ? വ്യവസായം. അതുപോലെ അതിൽ നമ്മൾ വ്യവസായത്തെ വീണ്ടും എന്ത് ചെയ്തു? മൂന്നായിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തി. ഏതൊക്കെ? പ്രാഥമികത്തെ വീണ്ടും നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തി. ഏതൊക്കെ? എക്സ്ട്രാക്റ്റീവ്. അതുപോലെ ജനറ്റിക്. എക്സ്ട്രാക്റ്റീവ് എന്താ മലയാളം? ജനറ്റിക് എന്ന് പറഞ്ഞാലോ? വീണ്ടും നമ്മൾ എന്ത് ചെയ്തിട്ടും സെക്കൻഡറി ക്ലാസിഫിക്കേഷൻ നടത്തി. ഏതൊക്കെ? രണ്ട് മേഖലകൾ പറഞ്ഞല്ലേ? ഒന്ന് അതിന് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? മാനുഫാക്ചറിംഗിന്റെ ക്ലാസിഫിക്കേഷൻ നടത്തി. ഏതൊക്കെ? വാണിജ്യത്തെ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ക്ലാസിഫിക്കേഷൻ നടത്തി. ഏതൊക്കെയുണ്ട്? ട്രേഡ് എന്ന് പറയുന്നത് എന്താ? കച്ചവടം. ഓക്സിലറി ടു ട്രേഡ് പറഞ്ഞാലോ? കച്ചവടത്തിന് അനുബന്ധ പ്രവർത്തനങ്ങളും അല്ലെ? ഈ കച്ചവടത്തിന് അനുബന്ധ പ്രവർത്തനങ്ങളാണ് നമുക്കൊക്കെ അറിയാം. അതൊക്കെയാണ് ഇതാണ്. എന്തൊക്കെ കച്ചവടത്തിന് അനുബന്ധ പ്രവർത്തനം എന്ന് പറയുകയാണെങ്കിൽ, ഒരു കച്ചവടമാണെങ്കിൽ എന്തൊക്കെ വേണ്ടി വരും? ഏതാ വേണ്ടി? ബാങ്ക് വേണോ? ഇൻഷുറൻസ് വേണോ? പിന്നെ അങ്ങനത്തെ സാധനങ്ങൾ എന്തൊക്കെ വേണം? ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയാം, വാഹനം എന്ന് പറയുകയാണെങ്കിൽ. പിന്നെ ഗോഡൗൺ. പിന്നെ അത് പറഞ്ഞില്ലേ? ഒരു കാര്യം ചെയ്തോ, നേരെ വെച്ചോ. കൊമേഴ്സിന് വരയ്ക്കുക. ട്രേഡിംഗ്, ഓക്സിലറി ട്രേഡിംഗ്. മലയാളം കച്ചവടത്തിന് അനുബന്ധ പ്രവർത്തനങ്ങൾ. എന്നിട്ട് കച്ചവടത്തെ വീണ്ടും നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തി. ഇന്റേണലി, എക്സ്റ്റേണലി. ട്രേഡില് നമ്മൾ ഇന്റേണലി, എക്സ്റ്റേണലി പറഞ്ഞാൽ ഇന്റേണലി മലയാളം എന്താ അറിയില്ലേ? ആഭ്യന്തരം, ബാഹ്യം. ഇതിൽ നമ്മൾ വീണ്ടും ഇന്റേണൽ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അവിടെ ഇന്റേണൽ ആഭ്യന്തരം, ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? മൊത്ത കച്ചവടം അല്ലേ? വിൽക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നായിട്ട് വാങ്ങും, ബൾക്കായിട്ട് വാങ്ങും അല്ലേ? റീറ്റെയിൽ പറഞ്ഞാലോ?
കൺസപ്ഷന് വേണ്ടിയിട്ട് വാങ്ങലുണ്ട് റീറ്റെയിൽ അല്ലേ. നമ്മള് കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആരാ? ഉപയോക്താവല്ലേ, ഉപഭോക്താവ് മലയാളം തന്നെ. ഉപഭോക്താവ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ആള്. അപ്പൊ രണ്ട് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയുടെ തന്നെ തരം തിരിച്ചില്ല. ഏതൊക്കെയല്ലേ? ഹോൾസെയിൽ, റീറ്റെയിൽ. ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ മൊത്ത കച്ചവടം, റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ചില്ലറ കച്ചവടം മലയാളം. ഓക്കെ, അതും കൂടി ഇത്. അങ്ങനെയാണെങ്കിൽ എക്സ്റ്റേണൽ ഏതൊക്കെ ഉണ്ടോ? നമുക്ക് എല്ലാവരും പറയും, നമ്മളെ കുറെ കാലം മുന്നേ കേട്ട സാധനങ്ങളൊക്കെ. ഇറക്കുമതി, കയറ്റുമതി ഇല്ലേ? രണ്ടെണ്ണം ഉണ്ടല്ലേ? ഏതൊക്കെയല്ലേ? ഇറക്കുമതി ഉണ്ട്, കയറ്റുമതി ഉണ്ട്. ഒന്നും കൂടി ഉണ്ട്. ഓർഡർ പോട്ട് എന്താ? ഒരു രാജ്യത്ത് നിന്ന് ഇറക്കിയിട്ട് വേറെ സ്ഥലത്തേക്ക് കയറ്റും. ഫോർ എക്സാമ്പിൾ പറയാം, അമേരിക്കയിൽ നമ്മൾ സാധനം ഇറക്കി ഇന്ത്യക്ക് ഇറക്കി, ഇന്ത്യയിൽ എത്തിയിട്ട് അത് ജർമ്മനിക്ക് കയറ്റി എന്ന് പറയാണ് എൻട്രാപോർട്ടായി. ഓക്കെ, അപ്പൊ ഇമ്പോർട്ട്, എക്സ്പോർട്ട്, എൻട്രാപോർട്ട്, ഇറക്കുമതി, കയറ്റുമതി, അതുപോലെ ഓൺട്രാപോർട്ട്. ഇനി അനുബന്ധ പ്രവർത്തനങ്ങളുണ്ട്. അനുബന്ധ പ്രവർത്തനങ്ങളാണ് നേരെ താഴെ വെച്ചിട്ടോ. ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം. അനുബന്ധ പ്രവർത്തനങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം. ശേഖരിക്കുക, ഇൻഷുറൻസ്, കച്ചവടത്തിന് അനുബന്ധ പ്രവർത്തനങ്ങൾ, അതായത് ഓക്സിലറി ടു ട്രേഡിൽ വേണ്ട സാധനങ്ങളാട്ടോ. ഗതാഗതം, വെയർഹൗസിംഗ്, ഇൻഷുറൻസ്, ബാങ്കിങ്, ഫിനാൻസ് ഉണ്ട്. ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എന്ന് പറയാം. മതി, ബാങ്കിങ് മതി. അഡ്വർടൈസ്മെന്റ്, പരസ്യം ചെയ്യാം. അഡ്വർടൈസ്മെന്റ് ഓക്സിലറി ട്രേഡിൽ അനുബന്ധ പ്രവർത്തനങ്ങൾ കച്ചവടത്തിന്റെ. ഇത് നോക്കിട്ടോ, ഇവിടെ ശ്രദ്ധിച്ചോ. ബിസിനസിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഒരു സൈഡ് പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും ഒരു പ്രാവശ്യം നോക്കിക്കോ, ബുക്കില് ഒരു പ്രാവശ്യം നോക്കിക്കോ. ഞാനൊരു ഐഡിയ പറയട്ടോ, ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾ നേരത്തെ ഒരു സൈഡിൽ പഠിച്ചു നോക്കിട്ടോ. ഞാനൊന്ന് പറഞ്ഞു കേട്ടോ, ഞാൻ ഇംഗ്ലീഷിലാട്ടോ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിസിനസിനെ അല്ലെ, ബിസിനസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു കാറ്റഗറീസ്. നമ്പർ 1 ട്രേഡ് ആണോ? ട്രേഡ് കൊമേഴ്സ് ആണോ? ഇൻഡസ്ട്രി കൊമേഴ്സ് ആണ് അല്ലേ? ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. ട്രേഡ് എന്നുള്ളത് എന്താ വരുന്നത്? കൊമേഴ്സ് നോക്കിട്ടോ, ഞാൻ പറയാൻ പോട്ടോ. ഇനിയാ പറയാൻ പോകുന്നത് ബിസിനസിന് രണ്ടായിട്ട് ക്ലാസിഫിക്കേഷൻ ആണ്. ഒന്നാമത് നമ്മള് ഇൻഡസ്ട്രി, അതുപോലെ ഇൻഡസ്ട്രി നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, മൂന്നായിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട്. ആ ഏതൊക്കെ? പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. അതേ മോഡൽ നമ്മൾ ഇപ്പുറത്ത് എന്ത് ചെയ്യുന്നത്, കൊമേഴ്സിന് നമ്മൾ എത്ര രണ്ടായിട്ടില്ലേ? അപ്പൊ ആദ്യത്തെ ലൈൻ നോക്കിട്ടോ, ഇതൊരു നമ്പർ കൊണ്ടുള്ള ചെറിയ പിക്കാട്ടോ. അറിയാവുന്ന ആളുകൾ, അല്ലെങ്കിൽ മനസ്സിലാവുന്ന ആളുകൾ മാത്രം ഏറ്റെടുത്താൽ മതി. ഒന്നാമതായിട്ട് ഒന്ന് നമ്മൾ കൊടുത്ത് ആ ഏതാ ബിസിനസ് ആണ് കേട്ടോ. ബിസിനസിന് നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടും കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് തരംതിരിച്ചു. ഓക്കെ, ഇങ്ങനെ ചിത്രം വരക്കാനുള്ള ചെറിയൊരു ട്രിക്ക് കേട്ടോ. ബിസിനസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, ഇൻഡസ്ട്രി, കൊമേഴ്സ്. ഇനി ഇവിടെ ഇൻഡസ്ട്രിന് എത്ര ഉണ്ട്? 3. ഇവിടെ 2. ഈ 3 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ എനിക്ക് അറിയോ? ആ 3 കിട്ടിയ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഓട്ടോമാറ്റിക് വരും അല്ലേ? ഇനി ഈ സൈഡിൽ 2 എന്ന് പറയുകയാണെങ്കിലോ, അപ്പൊ ഇതൊരു ചെറിയ ട്രിക്കാ. ഇനി ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പോരും. നോക്കി കേട്ടോ, ഇൻഡസ്ട്രിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, മൂന്നായിട്ട് തരംതിരിച്ചു, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. നോക്കി കേട്ടോ, ഇതിൽ പ്രൈമറിക്കും സെക്കൻഡറിക്കും മാത്രമല്ല ക്ലാസിഫിക്കേഷൻ ഉള്ളൂ. അപ്പൊ നേരെ പോയിട്ട് എന്ത് ചെയ്യാം, വീണ്ടും 2 എന്ന് പറഞ്ഞിട്ട് താഴെ കൊടുക്കുക. ഇവിടെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആയി 3 എഴുതിച്ച്. ഇനി 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പൊ 2 എന്ന് പറയുമ്പോൾ പ്രൈമറിക്ക് 1, സെക്കൻഡറിക്ക് 1. ടെർഷ്യറിക്ക് ഉണ്ടോ? ഇല്ല. പ്രൈമറി, സെക്കൻഡറി നമുക്ക് വീണ്ടും 2 ആയി. ഇനിയോ പ്രൈമറിന്റെ ഏതൊക്കെ ഉണ്ട്? 2 ജനറ്റിക്കും. സെക്കൻഡറി ആണെങ്കിലോ ഏതൊക്കെ? മാനുഫാക്ചറിംഗ് മാത്രമേ എന്തുള്ളൂ? ഏതൊക്കെയല്ലേ? 4 ഉണ്ട് ഇല്ലേ? ഏതൊക്കെയല്ലേ? ആ സൈഡിൽ കേട്ടോ, നേരെ ഈ സൈഡിലേക്ക് പോയി. ഇവിടെ ട്രേഡിൽ ഏതൊക്കെയല്ലേ? ട്രേഡിൽ ഏതൊക്കെയല്ലേ? ഇന്ത്യയിലും കച്ചവടം കേട്ട് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്താൽ മതി? കച്ചവടം 2 അല്ലേ?
ഒന്ന് നമ്മൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, മറ്റേതോ വിദേശത്ത് നടക്കും. വിദേശത്ത് നമ്മൾ എക്സ്റ്റേണൽ എന്ന് പറയും, ഇന്ത്യയിലാണെങ്കിലോ അല്ലേ. അപ്പൊ ഇന്ത്യയുടെ നമ്മൾ വീണ്ടും ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് ഏതൊക്കെ? കച്ചവടം നടക്കുന്നുണ്ട്, അതുപോലെ ചില്ലറ കച്ചവടം. അതോട് കൂടിയിട്ട് അവിടെ തീർന്നുണ്ടോ? ഈ നേരെ എക്സ്റ്റേണലാ പോകണം. എക്സ്റ്റേണൽ ഏതൊക്കെയുള്ളത്? എക്സ്റ്റേണൽ നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയാം, കുറെ കാലം നമ്മൾ കേൾക്കുന്നത് അല്ലേ. വിദേശത്ത് കയറ്റുമതിയില്ലേ, വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തിട്ട് നമ്മുടെ രാജ്യത്ത് മറ്റൊരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യല്ലേ, എൻട്രാപോർട്ട്. പിന്നെ അനുബന്ധ പ്രവർത്തനം എല്ലാവർക്കും അറിയാം. ഒരു ബിസിനസ് നടക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം അവിടെ? ബാങ്ക് വേണം, ഉറപ്പാണല്ലേ. വാഹനം വേണം, ട്രാൻസ്പോർട്ടേഷനായി. പിന്നെയോ ഇൻഷുറൻസ് വേണം. ഇൻഷുറൻസ് ഇല്ലാതെ ഒരു ബിൽഡിംഗ് കത്തി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഇല്ലാതെ എന്തെങ്കിലും നഷ്ടം സംഭവിക്കൂലേ? ഒക്കെ അറിയാം. അപ്പൊ വീട്ടുകാരിലൊക്കെ തീപിടുത്തൊക്കെ ഉണ്ടായില്ലേ, അറിയോ? കിട്ടിയില്ലോ. അപ്പൊ ഇൻഷുറൻസ് ഇല്ലാതെ എന്തായാലും ഭയങ്കര നഷ്ടമാവും. ഇൻഷുറൻസ് ഉണ്ടെങ്കിലോ കുറച്ച് നഷ്ടം എന്ത് ചെയ്യും? ഇൻഷുറൻസ് കമ്പനി നമുക്ക് എന്ത് ചെയ്യും? തരും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ വാഹനം വേണം, അതുപോലെ ബാങ്ക് വേണം, ഇൻഷുറൻസ് വേണം, പിന്നെ അഡ്വർടൈസ്മെന്റ്. പരസ്യം ബിസിനസ് വെക്കുവോ? എന്ത് ബിസിനസ് ആണെങ്കിലും അതിന് പരസ്യം നിർബന്ധമാണ് അല്ലേ. നമ്മളിപ്പോ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാ, വാട്സപ്പിലൊക്കെ ഡെയിലി നമ്മൾ പരസ്യം ഇങ്ങനെ കാണാം, അല്ലെങ്കിൽ ഫേസ്ബുക്കില് പരസ്യങ്ങൾ ഇങ്ങനെ കാണാം. ബിസിനസിന്റെ ഓരോ പരസ്യങ്ങൾ അഡ്വർടൈസ്മെന്റ് നിർബന്ധമാണ് അല്ലേ. പിന്നെന്താ വേണ്ടേ? ഇതൊക്കെ ഓക്കെയാണോ? ഒരു തവണ എല്ലാവരും പറഞ്ഞു ഓക്കെ കേട്ടോ. ഞാൻ പറയാം, രണ്ട് ക്ലാസിഫിക്കേഷൻ മാത്രമേ പറയുള്ളൂ. ബിസിനസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ഏതൊക്കെ? വ്യവസായം, വാണിജ്യത്തിന്റെ ഭാഗം പറയുന്ന എത്ര ആളുകളുണ്ട്? നോക്കാണ്ട് പറയുന്ന എത്ര ആളുകൾ? നോക്കാതെ പറയുന്നു. ആ ഓക്കെ, വെരി ഗുഡ്. നോക്കി കേട്ടോ. വാണിജ്യം എത്ര ക്ലാസിഫിക്കേഷൻ നടത്തിയത്? ഏതൊക്കെ? കച്ചവടത്തിന് അനുബന്ധ പ്രവർത്തനങ്ങളില്ലേ? കച്ചവടത്തെ നമ്മൾ എത്ര തിരിച്ചു? ഏതൊക്കെയാണ്? ആഭ്യന്തരത്തിൽ ഏതൊക്കെയുള്ളത്? ആഭ്യന്തരത്തിൽ ഏതൊക്കെയുള്ളത്? ഏതൊക്കെയാണ്? റീറ്റെയിൽ, ഹോൾസെയിൽ. ഓക്കെ. ഇനി ബാഹ്യത്തിലാണെങ്കിലോ? ഏതൊക്കെ? ആഭ്യന്തര കച്ചവടത്തിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടോ. ഇനി കച്ചവടത്തിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ, ഓക്സിലറി ട്രേഡ് എന്ന് പറയുകയാണെങ്കിൽ 5 കാര്യങ്ങൾ നമ്മൾ പഠിച്ച് 5 നമുക്ക് എങ്ങനെ ചെയ്താം? ബാങ്കിങ് വേണം, ഗതാഗതം വേണം, അഡ്വർടൈസ്മെന്റ് വേണം, ഇൻഷുറൻസ് വേണം, ഓക്കെ, വെയർഹൗസിംഗ് വേണം, ശേഖരിക്കും വേണം. ഈ ഭാഗം ക്ലിയർ ആയി. മറ്റേ ഭാഗമാണ്. മറ്റേ ഭാഗം എന്ന് പറയാൻ ഇൻഡസ്ട്രി നമ്മൾ എത്ര ക്ലാസിഫിക്കേഷൻ? പ്രാഥമികത്തെ 2 ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ട് രണ്ടാമത് സെക്കൻഡറി നമ്മൾ വീണ്ടും ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ട് മാനുഫാക്ചറിംഗ്, അതുപോലെ ഉത്പാദനത്തെ വീണ്ടും 4 തരം തിരിച്ചിട്ട് ഞാൻ നിങ്ങളുടെ കാര്യം ഏൽപ്പിക്കാൻ പോട്ടോ. നോക്കിയാൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാകണല്ലേ. വായിച്ചിട്ട് പഠിക്കേണ്ട നിർബന്ധമാണ് കേട്ടോ. ഒന്നാമത്തെ ചാപ്റ്ററിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഞാൻ പറയട്ടെ എന്തൊക്കെയല്ല ഫോക്കസ് ചെയ്ത് ഒഴിവാക്കിയത്. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ? എന്താ പ്രൊഫഷൻ? ആർക്കും അറിയില്ല. പ്രൊഫഷൻ ഈസ് എൻ ഓക്യുപ്പേഷൻ. പിന്നെ ഒരു ജോലിയാണ്. പിന്നെ എന്തായാലും എന്തൊക്കെ വേണം? പ്രൊഫഷൻ മസ്റ്റ് ഹാവ് സ്പെഷ്യലൈസ്ഡ് നോളജ്, സ്കില്ല്, ട്രെയിനിങ്. 3 കാര്യങ്ങളുള്ള ആളുകളാ പ്രൊഫഷൻ എന്ന് പറയുന്നത്. നോളജ് എന്ന് പറഞ്ഞാൽ എന്താ? അറിവ് വേണം. സ്കിൽ എന്ന് പറയുകയാണെങ്കിലോ കഴിവ് വേണം. ട്രെയിനിങ് എന്ന് പറയുകയാണെങ്കിലോ പരിശീലനമാണ്. അപ്പൊ നല്ല അറിവും നല്ല കഴിവും നല്ല പരിശീലനമുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യല്? പ്രൊഫഷൻ എന്ന് വിളിക്കല് കേട്ടോ. അപ്പൊ പ്രൊഫഷന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ് നോക്കുകയാണ്? ആർക്കും പറയാം? ടീച്ചർ, പറയാം. പിന്നെ ഡോക്ടർ, പിന്നെ എഞ്ചിനീയർ, അഡ്വക്കേറ്റ്, പറഞ്ഞോട്ടെ. അക്കൗണ്ടന്റ് ഒക്കെ പറയാം കേട്ടോ. പ്രൊഫഷൻ എന്ന് പറയുന്നത് അക്കൗണ്ടന്റ് എന്ന് പറയുമ്പോ, പക്ഷെ പ്രൊഫഷനിൽ തന്നെ പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയോ? ഇതിൽ പെട്ട കുറെ ആൾക്കാർ, അക്കൗണ്ടന്റ്, ടീച്ചറൊക്കെ ആണെങ്കിൽ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നുണ്ടല്ലേ. എംപ്ലോയ്മെന്റ് പറഞ്ഞാൽ എന്താ? ജോലിക്കാര്. ഒരാളെ മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുകയാണെങ്കിൽ അയാളെ നമ്മൾ വിളിക്കുക എന്താ? എംപ്ലോയി എന്ന് വിളിക്കും. ഇപ്പൊ എനിക്ക് വേണ്ടിട്ട് വേറെ ആള് ജോലി ചെയ്യുകയാണെങ്കിൽ അയാളെ നമ്മൾ വിളിക്കല് എംപ്ലോയി എന്നാണ്. ഞാൻ ആരാവും? എംപ്ലോയർ. എംപ്ലോയ്മെന്റ് ഈ കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തില്ല. പക്ഷെ ഞാൻ ഇത് 3 കൂടി ഇല്ല. ബിസിനസ്സും പ്രൊഫഷനും എംപ്ലോയ്മെന്റും ഇത് 3 തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ചില സമയങ്ങളിൽ ചോദിക്കേണ്ടി. അപ്പൊ അത് 3 പാടെ പഠിക്കാൻ ഞാൻ ട്രിക്ക് അല്ലെങ്കിൽ ചെറിയൊരു കള്ളി തരാം.
ഒന്ന് വരച്ചോ. അഥവാ ബൈ ചാൻസിൽ എന്ത് ചോദിക്കുകയാണെങ്കിൽ ചെയ്താലോ നേരെ താഴെ ചെറിയ രീതിയിൽ ചെയ്തിട്ടു. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊഫഷണൽ ബിസിനസ് പ്രൊഫഷണൽ എംപ്ലോയ്മെന്റ്. ഡിഫറൻസ് ബിറ്റ്വീൻ ബിസിനസ് പ്രൊഫഷണൽ എംപ്ലോയ്മെന്റ്. മലയാളം ബിസിനസ്സും അതുപോലെ പ്രൊഫഷനും എംപ്ലോയ്മെന്റ് തൊഴില് നമ്മളെ ഡിഫറൻസ് എഴുതിക്കുന്നാല്. ആദ്യത്തില് പ്രൊഫഷൻ എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുന്നത് കേട്ടോ. അതിന് മുന്നേ തന്നെ 4 കള്ളിയായിട്ട് വരച്ചു. 4 കള്ളി. ആദ്യത്തെ കള്ളിന്റെ ഹെഡിങ് കൊടുക്കുക ബേസിസ് എന്ന് പറയുകയാണെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അടിസ്ഥാനം. 4 കള്ളിയായിട്ട് വരയ്ക്കുക. 4 കള്ളിന്റെ ഫസ്റ്റത്തെ കള്ളിന്റെ ഹെഡിങ് ആണ് പറഞ്ഞത്. ബാക്കിയുള്ള 3 അറിയാലോ. ആദ്യം ബിസിനസ് കൊടുക്കുക, പ്രൊഫഷന്, എംപ്ലോയ്മെന്റ്. അപ്പൊ 4 എണ്ണായിട്ടോ. ആദ്യത്തെ കള്ളിന്റെ ഹെഡിങ് ആണ് ബേസിസ്, പ്രൊഫഷന്, ബിസിനസ്, പ്രൊഫഷന്, എംപ്ലോയ്മെന്റ്. ഇങ്ങനെ 4 എണ്ണം. സ്ഥാപിക്കല്. ബേസിസിൽ ആദ്യത്തിൽ പറയാണ് സ്ഥാപിക്കല്. ഇംഗ്ലീഷ് പറയാണ് എസ്റ്റാബ്ലിഷ്മെന്റ്. മലയാളം സ്ഥാപിക്കല്. ഓക്കെ, സ്ഥാപിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, എങ്ങനെയാണ് പ്രൊഫഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ബിസിനസ് എന്നുള്ള കാര്യമൊക്കെ പറയുന്നത്. അതിൽ ആദ്യം എഴുതാൻ കഴിയും ബിസിനസ്സിൽ ആദ്യം ഓക്കെ എഴുതിക്കോ. സംരംഭകന്റെ തീരുമാനം, ദ ഡിസിഷൻ ഓഫ് എന്റർപ്രണർ. ഇംഗ്ലീഷിൽ സംരംഭകന്റെ തീരുമാനം എന്ന് പറയുകയാണെങ്കിൽ ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആളെ തീരുമാനം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ദ ഡിസിഷൻ ഓഫ് എന്റർപ്രണർ. സംരംഭകന്റെ തീരുമാനം, ദ ഡിസിഷൻ ഓഫ് എന്റർപ്രണർ. എന്റർപ്രണർ എന്ന് പറഞ്ഞാൽ ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആള്. രണ്ടാമത്തെ പ്രൊഫഷൻ അല്ലേ. ഓക്കെ എഴുതിക്കോ. പ്രൊഫഷണൽ സ്ഥാപനത്തിലെ അംഗത്വം. പ്രൊഫഷണൽ സ്ഥാപനത്തിലെ അംഗത്വം. മെമ്പർഷിപ്പ് ഓഫ് എനി പ്രൊഫഷണൽ ബോഡി. മെമ്പർഷിപ്പ് ഓഫ് എനി പ്രൊഫഷണൽ ബോഡി. പ്രൊഫഷണൽ സ്ഥാപനത്തിലെ അംഗത്വം. ഇനി തൊഴിൽ എംപ്ലോയ്മെന്റ് ആണെങ്കിൽ അതില് വേതനത്തിന്റെ അല്ലെ സേവന കരാർ. സേവന കരാർ വേജ് പറയാം. ഇനി രണ്ടാമത് സേവന കരാർ. അത്രേ ഉള്ളൂ. ഇംഗ്ലീഷിൽ വേജോ അല്ലെങ്കിൽ എന്താ ഓക്യുപ്പേഷൻ നോക്കിയല്ലോ. ഓക്കെ, റിവാർഡ്. നെക്സ്റ്റ് വൺ പ്രതിഫലം. പ്രതിഫലം ഏറ്റവും എളുപ്പമുള്ള 4 പോയിന്റ് ടൈം പറഞ്ഞിട്ട് പ്രതിഫലം. ഇംഗ്ലീഷിൽ ബേസിസിൽ ഇംഗ്ലീഷിൽ റിവാർഡ് കേട്ടോ. പ്രതിഫലം ബേസിസിൽ രണ്ടാമത്തെ പ്രതിഫലം. അത് എന്തായിരിക്കും? ബിസിനസിന് എന്താ കിട്ടുക? ലാഭം ആയിരിക്കും, പ്രോഫിറ്റ്. പ്രൊഫഷൻ എന്താ കിട്ടുക? ഫീസ്. ഡോക്ടർക്ക് നമ്മൾ സാലറി ആണ് കൊടുക്കുക അല്ല, ഡോക്ടർ പോയിട്ട് നമ്മൾ ഫീസ് ആണ് കൊടുക്കുക അല്ലേ. ഓക്കെ, തൊഴിലാണെങ്കിലോ വേജ് ഓർ സാലറി. വേതനം കൂലി അല്ലെങ്കിൽ ശമ്പളമാണ്. റിസ്ക് ഓഫ് ലോസ്. നെക്സ്റ്റ് ബേസിസിൽ നഷ്ടസാധ്യത. നഷ്ടസാധ്യത, റിസ്ക് ഓഫ് ലോസ്. ഓക്കെ, ഏതാ കൂടുതൽ ഉണ്ടാവുക? ബിസിനസ്സിലല്ലേ. ഓക്കെ, അതിലേക്കോ ഹൈ റിസ്ക്. ഹൈ റിസ്ക് കൂടുതൽ ഹൈ റിസ്ക്, കൂടുതൽ നഷ്ടസാധ്യത. ഏതാ മീഡിയം? പ്രൊഫഷൻ വളരെ കുറവ്, ലോ റിസ്ക്. തൊഴിലാണെങ്കിലോ നഷ്ടസാധ്യത ഇല്ല അല്ലേ, നഷ്ടസാധ്യത ഇല്ല, ലോ റിസ്ക്. അത്രേ ഉള്ളൂ. ഇനി യോഗ്യത എന്ന് പറയുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ. ക്വാളിഫിക്കേഷൻ ബിസിനസ് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ വേണോ? നോ ക്വാളിഫിക്കേഷൻ. യോഗ്യതകളൊന്നും വേണ്ട, ബിസിനസ് ആർക്കും ചെയ്യാം. ബുദ്ധി വേണം, അല്ലാത്ത പറയണ്ടല്ലോ. പ്രൊഫഷൻ ആണെങ്കിലോ
എന്ത് വേണം? സർട്ടിഫിക്കറ്റ് വേണം അല്ലേ? അപ്പൊ എന്ത് ചെയ്ത് നമ്മള് ക്വാളിഫിക്കേഷൻ റിക്വയർഡ്. യോഗ്യതയും പരിശീലനം വേണം. മലയാളത്തിൽ യോഗ്യതയും പരിശീലനം വേണം. ക്വാളിഫിക്കേഷൻ റിക്വയർഡ് ഇംഗ്ലീഷിൽ. തൊഴിലാണെങ്കിലോ തൊഴിലുടമ കൽപ്പിക്കുന്ന യോഗ്യത അല്ലേ? സം ക്വാളിഫിക്കേഷൻ സം ക്വാളിഫിക്കേഷൻ. തൊഴിലുടമ കൽപ്പിക്കുന്ന യോഗ്യത ഏതാണോ അത് വേണം. ഇന്ന് കരുതി തൊഴിൽ ചെയ്യാൻ ഇപ്പൊ ഹൈക്കോർട്ട് പഠിക്കാരന് എന്തെങ്കിലും യോഗ്യത വേണോ? ഓനെ അറിയണ എന്ത് നിർത്താൻ അറിയണല്ലേ? അതാണ് പറഞ്ഞത്. എത്ര ഉണ്ടായിപ്പോ? ഒന്നും കൂടി ഇരിക്കണം. കോഡ് ഓഫ് കണ്ടക്ട്, ആചാരമര്യാദ. ആചാരമര്യാദ, കോഡ് ഓഫ് കണ്ടക്ട് ഉദ്ദേശിക്കാൻ പറഞ്ഞുതരാം. ആചാരമര്യാദ എന്ന് പറയുകയാണെങ്കിൽ ഡോക്ടർ ആണെങ്കിൽ എന്താ പറയാ, പഠിച്ചിട്ട് മാത്രമായിട്ട് ഇറങ്ങിയാൽ പോലെ എന്ത് വേണം? ട്രെയിനിങ്. ഓക്കെ, ട്രെയിനിങ് വേണം. മാത്രമല്ല അവർക്ക് ഏതെങ്കിലും ഡോക്ടർ സംഘടനയിൽ എന്തോ ആയിരിക്കണം, അംഗത്വം വേണം. ഓക്കെ, ഇപ്പം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ എന്ത് ചെയ്യണം? അംഗീകരിച്ച ഡോക്ടർമാർ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡോക്ടറാണ് അറിയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഡോക്ടറാണ് പഠിച്ചും ചെയ്ത് പിന്നെ അയാൾ വ്യാജ ഡോക്ടർമാരൊക്കെ കേൾക്കല്ലേ, അങ്ങനെ ഉണ്ടാവില്ല. അതുപോലെ വക്കീലായി കഴിഞ്ഞാല് ബാർ കൗൺസിൽ അറിയില്ലേ? അവര് വക്കീലിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് സംഘടനകളാണ്. അതിലൊക്കെ അംഗത്വം വേണം. അതാണ് പറയുന്നത് ആചാരമര്യാദ. എഴുതിക്കോ. ഫസ്റ്റ് വൺ എന്താ? ബിസിനസ് അല്ലേ? അവിടെ കോഡ് ഓഫ് കണ്ടക്ട് ഒന്നും ഇല്ല. നോ കോഡ് ഓഫ് കണ്ടക്ട്. ഇനി പ്രൊഫഷണൽ എഴുതിക്കോ. എനി പ്രൊഫഷണൽ ബോഡി ഓഫ് കോഡ് ഓഫ് കണ്ടക്ട്. ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ സംഘടന നിർദ്ദേശിക്കുന്നതായിരിക്കണം. എനി പ്രൊഫഷണൽ ബോഡി ഓഫ് കണ്ടക്ട്. ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ സംഘടന നിർദ്ദേശിക്കുന്നതായിരിക്കണം. ഇനിയോ തൊഴിലോ? സം അങ്ങനെ സം കോഡ് ഓഫ് കണ്ടക്ട് ചില കാര്യങ്ങളിൽ വേണ്ടി വരാറുണ്ട്. ഇപ്പൊ ലുലു അറിയില്ല, ലുലുവിലൊക്കെ ഉള്ള സെയിൽസ്മാനൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. സെയിൽസിലൊക്കെ നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യേണ്ടി വരും? അവർക്കൊരു യൂണിഫോം ഉണ്ട്, അതുപോലെ അവർക്കൊരു കോഡ് ഓഫ് കണ്ടക്റ്റുകൾ ഉണ്ട്. കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ക്ലീൻ ചെയ്യുമായിരിക്കണം, അതുപോലെ നല്ല ടൈ കെട്ടിയിട്ട്, അതുപോലെ നല്ല ഷൂ ഒക്കെ ഇട്ടിട്ട്, അങ്ങനെയുള്ള കോഡ് ഓഫ് കണ്ടക്ട് ഒരു എക്സിക്യൂട്ടീവ് അല്ലേ, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അവിടെ ഇത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഒഴിവാക്കിയിട്ടുള്ള ഭാഗമാണ്. പക്ഷേ ചിലപ്പോ ചോദിക്കാം, അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാട്ടോ. അപ്പൊ എന്താണ് പ്രൊഫഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രൊഫഷൻ ഈസ് എ ഒക്യുപ്പേഷൻ ടു ഹാവ് സ്പെഷ്യലൈസ്ഡ് നോളജ്, സ്കില്ല്, ട്രെയിനിങ്. അതാണ് കേട്ടോ പ്രൊഫഷൻ എന്ന് പറയുകയാണെങ്കിൽ. അത് മലയാളം പറയുകയാണെങ്കിൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു ജോലിയാണ്. അയാൾക്ക് എന്ത് വേണം? പ്രത്യേക തരത്തിലുള്ള കഴിവ് വേണം, അറിവ് വേണം, പരിശീലനം വേണം. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഫഷൻ എന്ന് പറയുന്നത്. എംപ്ലോയ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ വേതനാടിസ്ഥാനത്തിൽ, അങ്ങ് പറയട്ടോ, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി വേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ്. ഓക്കെ, പേഴ്സൺ ഈസ് വർക്കിംഗ് ഫോർ അനദർ പേഴ്സൺ ഈസ് കോൾഡ് എംപ്ലോയി, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എന്ന് പറയാം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ.